ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷദ് താനൂർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ ഒരു എട്ടാമത്തെ അത്ഭുതത്തെ പറ്റിയാണ്. ആ അത്ഭുതം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. അതെന്താണെന്നല്ലേ അത് നമുക്ക് പറയാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. ലോകത്തിലെ ഒരു എട്ടാമത്തെ അത്ഭുതകരമായ ഒരു കാര്യം മലയാളികളുടെ കൺമുന്നിലുണ്ടത്. പക്ഷെ അതൊരു വലിയ അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മലയാളികൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം. ഞാൻ പറഞ്ഞു വരുന്നത് മുല്ലപ്പെരിയാറിനെ പറ്റിയാണ്. ഏകദേശം 128 വർഷം പഴക്കമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിനുള്ളത്. അതായത് ഈ ഡാം നിർമ്മിച്ചവർ ഈ ഡാമിന് ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത് വെറും 50 വർഷം മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ആ 50 വർഷവും കഴിഞ്ഞ് അതിന്റെ ഇരട്ടി വർഷവും കഴിഞ്ഞ് വീണ്ടും അതിന്റെ പകുതി വർഷവും കഴിഞ്ഞിരിക്കുക. ഏകദേശം 128 വർഷക്കാലമായി ഇപ്പോ ഇത് നമ്മുടെ കേരളത്തിലുണ്ട്. സുർക്കി എന്ന് പറയുന്ന ഒരു മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ഇത് ഈ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ അതിന്റെ നിർമ്മാണത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു അത്ഭുതമാണ്. അന്നേ അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇതൊരു ചെകുത്താൻ ഡാമാണ് എന്നായിരുന്നു. അന്ന് അവിടെ ജോലിക്ക് വന്നിരുന്ന ആൾക്കാരും അതുപോലെ അതിന്റെ ചുറ്റുവട്ടത്തിരുന്നവരൊക്കെ ചെകുത്താൻ ഡാം എന്നാണ് അന്ന് അതിന് പേര് പറഞ്ഞത്. എന്നാൽ ഇനി അധികം വൈകാതെ കേരളത്തിലെ പകുതി ജനങ്ങൾ പറയും അതെ, അത് ശരിയായിരുന്നു, അതൊരു ചെകുത്താൻ ഡാം തന്നെ ആയിരുന്നു എന്ന്. കാരണം ഇനി ഈ മുല്ലപ്പെരിയാർ ഡാമുകൾ പൊട്ടാൻ അധികം കാലമില്ല, അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് ഇതിനെപ്പറ്റി ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയകളിലാവട്ടെ മറ്റുള്ള ന്യൂസ് റിപ്പോർട്ടിൽ ചാനലുകളിലൊക്കെ ആയിക്കോട്ടെ ഇതിനു വേണ്ടി ഈ ഒരു മുല്ലപ്പെരിയാറിന്റെ വിഷയം മാത്രം എടുത്തിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് പറയുന്ന ഒരു വക്കീല്. പക്ഷെ അദ്ദേഹം പറയുന്നത് വളരെ വളരെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്, ഒരു ശരിയായ കാര്യം. പക്ഷെ എന്തെന്നാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അധികാരികളുടെ തലച്ചോറിലേക്ക് കയറുന്നില്ല, അല്ലെങ്കിൽ അവർ തലച്ചോറിൽ ഈ കാരണം മനസ്സിലാക്കിയിട്ടും അതിന് വേണ്ടത്ര ഗൗനിക്കുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇത് പൊട്ടാനായിട്ടുണ്ട്, അതൊരു ജലബോംബായിട്ട് പൊട്ടി തകരാനായിട്ടുണ്ട് എന്നൊക്കെ വർഷങ്ങളായി പറയാൻ തുടങ്ങിയിട്ട് അധികാരികളോട്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, അധികാരികൾ വെറും സിമെന്റ് കൊണ്ട് അടച്ചിട്ട് കണ്ണിൽ പൊടിയിടാണ് ജനങ്ങളുടെ. ഞങ്ങളെ സിമെന്റ് കൊണ്ട് അടിച്ചിട്ടുണ്ട്, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഏകദേശം 1964 ആദ്യമായിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് വിള്ളല് സംഭവിക്കുന്നത്. തുടർന്ന് 1965 അന്നത്തെ മുല്ലപ്പെരിയാർ ഡാമിന്റെ കൈവശ അവകാശികളായിരുന്ന തമിഴ്നാട് പറഞ്ഞിരുന്നത് ഞങ്ങള് ടൺ കണക്കിന് സിമെന്റ് കൊണ്ട് മുല്ലപ്പെരിയാറിനെ ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. എന്നാൽ എല്ലാ വർഷവും മഴ കൂടുന്നതനുസരിച്ച് മുല്ലപ്പെരിയാറിന്റെ അതിലുള്ള വെള്ളത്തിന്റെ അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും മഴ പെയ്യുമ്പോഴും മുല്ലപ്പെരിയാറിന്റെ വെള്ളത്തിന്റെ അടി ഉയർന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആ പ്രദേശവാസികൾക്ക് മാത്രമല്ല, കേരളത്തിന് മൊത്തം അതൊരു ഭയാനകമാണ്. കാരണം മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ അതിലൂടെ നഷ്ടപ്പെടുന്നത് 50 ലക്ഷത്തിൽ പരം ആൾക്കാരുടെ ജീവനുകളാണ്. ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, തൃശൂർ, പത്തനംതിട്ട അങ്ങനെ ഈ 6 ജില്ലകൾ കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമായി പോകും എന്നാണ് മറ്റൊരു അത്ഭുതം പറയുന്നത്. കാരണം ഈ ഇടുക്കിയിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത് അവിടെ നിന്നും പൊട്ടിയാൽ ഇതിലിരിക്കുന്ന ഈ ലക്ഷക്കണക്കിന് ഘനം അടി വെള്ളം അവിടെ നിന്ന് ഒരു ജലബോംബായിട്ട് പൊട്ടിയിട്ട് ഈ 6 ജില്ലകളിലെയും കൂട്ടി ഏകദേശം 50 ലക്ഷത്തിൽ പരം മനുഷ്യരുടെ ജീവൻ എടുക്കുമെന്നാണ് വിവരം അറിയുന്നത്. അതുമാത്രമല്ല, പിന്നീട് അവിടെ സംഭവിക്കുന്നത് ഈ വെള്ളമെല്ലാം പിന്നീട് പോയി ചേരുന്നത് ചിലപ്പോൾ അറബിക്കടലിലേക്കാവാം. കാരണം എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകളൊക്കെ തീരദേശ പ്രദേശങ്ങളായ കൂടുതലുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. അറബിക്കടലിൽ പോയിട്ട് ഇത്രയും ജലം അറബിക്കടലിൽ പോയാൽ പിന്നെ അറബിക്കടലിന് സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റൂല. ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ അധികാരികൾ ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം. തമിഴ്നാട് സർക്കാരിന് ഇപ്പോ മുല്ലപ്പെരിയാറിൽ ഒരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നമുക്കൊരു ശുഭവാർത്തക്ക് വേണ്ടി കാത്തിരിക്കാം. പൂർണ്ണ അവകാശം കേരളത്തിനാണെന്നറിഞ്ഞാൽ ഉടനെ മറ്റൊരു ഡാം കെട്ടാനുള്ള തീരുമാനങ്ങളൊക്കെ കേരളം കൈക്കൊള്ളും എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യമായ വാക്കുകൾ തന്നെയാണ് കേരള സർക്കാർ പറയുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഉടനെ ഒരു
മറ്റൊരു ഡാം നിർമ്മിച്ച് ഈ മുല്ലപ്പെരിയാറുള്ള ജലം വെള്ളം എല്ലാം അതിലേക്ക് മാറ്റിയാലേ അവിടെ നമ്മൾ കേരള ജനതയ്ക്ക് ഒരു ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് പ്രകൃതി കേരളത്തെ നല്ലോണം നോവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം 2-3 പ്രളയം നമ്മൾ നേരിട്ടു. അതിലൂടെ ഒരുപാട് മനുഷ്യര് മരണത്തിനിടയായി. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ വയനാട് ജില്ലയിലെ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയത്തൊക്കെ ഇപ്പോ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചിട്ട് ഏകദേശം 400ന്റെ അടുത്തോളം ആളുകൾ ഇപ്പൊ ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ട്. ഇനിയും എത്രയോ പേരെ കണ്ടെത്താനായിട്ടില്ല. അവിടെ നടക്കുന്നത് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യം തന്നെയാണത്. അതുപോലെ ഇനി മറ്റൊരു ദുരന്തം മുല്ലപ്പെരിയാർ ആകുമോ എന്നാണ് ഇപ്പോ കേരളത്തിന്റെ മലയാളികളുടെ സങ്കടം. മുല്ലപ്പെരിയാർ ഉണ്ടാക്കാനുള്ള കാരണം അറബിക്കടലിലേക്ക് ഒഴുകിയിരുന്ന കേരളത്തിലെ പെരിയാർ നദിയിലെ വെള്ളം അതൊരു അണക്കെട്ട് നിർമ്മിച്ചുകൊണ്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടില് കഠിന വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പ്രദേശങ്ങളായിരുന്ന മധുര, അതുപോലെ തന്നെ രാമനാഥപുരം, ദിണ്ടിഗല്, കമ്പം, തേനി ഇങ്ങനത്തെ ഈ പ്രദേശങ്ങൾക്കൊക്കെ കാർഷികാവശ്യങ്ങൾക്കായി വെള്ളം ലഭിക്കുമെന്നായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രധാന ലക്ഷ്യം. മുല്ലപ്പെരിയാർ സംരക്ഷിക്കാൻ വേണ്ടി. കാരണം അറബിക്കടലിലേക്ക് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളം അത് വഴി തിരിച്ചു വിട്ടാൽ തമിഴ്നാട്ടിലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അവിടെ അവർക്ക് ആവശ്യത്തിനായാലും കുടിക്കാനും ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അവിടുത്തെ കൃഷികൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം, ഈ വെള്ളം ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ മുല്ലപ്പെരിയാറിൽ നിന്നും വലിയ പൈപ്പുകൾ ഇട്ടിട്ടാണ് തമിഴ്നാട് ഇപ്പോൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതായിരുന്നു പ്രധാന ലക്ഷ്യം. പക്ഷെ പിന്നീട് തമിഴ്നാട് കേരളത്തെ തിരിഞ്ഞു കുത്തി എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. എന്തായാലും മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു ജലബോംബ് അത് പൊട്ടാതിരിക്കാൻ കേരളത്തിലെ നിയമപാലകർ എന്തായാലും അതിന് പരിശ്രമിച്ചേ മതിയാകൂ. കാരണം ഇല്ലെങ്കിൽ ഏകദേശം 50 ലക്ഷത്തിൽ പരം ആൾക്കാരുടെ മരണത്തിന് കേരള സർക്കാർ, അത് ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ, അവരായിരിക്കും അതിന് ഉത്തരം പറയേണ്ടി വരിക. ഇനിയും നമ്മുടെ കൺമുന്നിൽ നമ്മുടെ സഹോദരിമാര് മരിച്ചു വീഴാതിരിക്കാൻ നമ്മുടെ കേരള സർക്കാർ എന്തായാലും ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നിയമ നടപടികളും എല്ലാം എത്രയും പെട്ടെന്ന് ഉൾക്കൊള്ളണം. കാരണം അവിടെ ജീവിക്കുന്ന ഈ പറഞ്ഞ 6 ജില്ലകളിലെ മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന ഈ ഒരു ജലബോംബ് അതൊരു എന്താ പറയാ, അതിന് നമ്മൾ അങ്ങനെ ആ ഒരു ജലബോംബ് പൊട്ടാൻ നമ്മൾ അവസരം കൊടുക്കരുത്. അതിനു മുമ്പ് മറ്റൊരു ഡാം ഉണ്ടാക്കി ആ ഡാമിലേക്ക് ഈ വെള്ളം എല്ലാം ഒഴുക്കി വിടാനുള്ള സംവിധാനം എല്ലാം കേരള സർക്കാർ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം എന്നാണ് ഇപ്പൊ കേരള ജനത ആവശ്യപ്പെടുന്നത്. ഇതിനു മുമ്പേ ഒരുപാട് എന്താ പറയുക, ഇതിനെതിരെ സമരങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ അതെല്ലാം വെറും സമരമായിട്ട് അവസാനിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഒരുപാട് സമരം നടത്തും, അപ്പോ ആ ഭരണകർത്താക്കൾ പറയും നമുക്ക് ഉടനടി പരിഹാരം കാണാന്ന്. വെറും വാക്കിൽ മാത്രമേ ആ ഒരു എന്താ പറയാ പരിഹാരം ഒതുങ്ങുന്നുള്ളൂ. മറ്റൊരു കാര്യം, ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കുന്നത് ഇങ്ങനത്തെ അണക്കെട്ടുകൾ ഇതിനു മുമ്പ് ഒരുപാട് അണക്കെട്ടുകൾ പൊട്ടി ഇതുപോലെ ഭയങ്കര എന്താ പറയാ ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനി അങ്ങനത്തെ അപകടം പതിയിരിക്കുന്നത് ചൈനയിലും മറ്റൊന്ന് ഇന്ത്യയിലുമാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലാണെങ്കിൽ അത് മുല്ലപ്പെരിയാർ എന്നാണ്. കാരണം ഇന്ത്യയിൽ മുല്ലപ്പെരിയാറോളം പഴക്കമുള്ള മറ്റൊരു ഡാം ഇല്ല എന്നുള്ളതാണ്. ഇത്രയും ഇന്ത്യന്റെ പുറത്ത് ഇത് ഇത്രയും വലിയ ചർച്ചയാകുമ്പോൾ ഇവിടെ കേരളത്തിൽ ഇതൊന്നും അല്ലാതായി തീരുന്നത് വലിയൊരു സങ്കടകരമാണ്. എന്തായാലും നമ്മുടെ ഭരണകർത്താക്കള് ഇതിനെതിരെ പോരാടും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അവർ ഇത് മറ്റൊരു ഡാം നിർമ്മിച്ച് അതിലേക്ക് ജലം ഒഴുക്കി മാറ്റും എന്ന് നമുക്ക് എന്താ പറയാ ആശ്വസിക്കാം. എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.